അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലി. മൂന്നാമത്തെ ജുസിൻ്റെ ഒരു ഭാഗം സൂറ അൽ ബഖറയിലും രണ്ടാമത്തെ ഭാഗം ആൽ ഇമ്രാനുമാണ്. സൂറ അൽ ബഖറയിൽ ബാക്കിയുള്ള ആയത്തുകളാണ് ഈ ജുസിൻ്റെ പകുതി. തിൽക്ക റുസുലു തൊട്ടാണ് സൂറ അൽ ബഖറയിൽ ആയത്തുകൾ തുടങ്ങുന്നത്. രണ്ടാമത്തെ ജുസ് അവസാനിക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു, മറ്റ് നബിമാർ, ബനു ഇസ്രായേലിലുള്ള നബിമാരൊക്കെ യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്, ജിഹാദ് ചെയ്തിട്ടുണ്ട്, നീതിക്ക് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്യുന്നുണ്ട്. റസൂല് തീർച്ചയായിട്ടും മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നുണ്ട്. മുർസലീങ്ങളിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എല്ലാ റസൂലുമാരെ പോലെയും അല്ലെങ്കിൽ നബിമാരെ പോലെയും ഉള്ള ഒരു നബിയല്ല എന്നതാണ് ഈ ഭാഗത്ത് എംഫസൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. തിൽക്ക റുസുലു ഫല്ലൽന ബഅദഹും അലാ ബഅദ്. അള്ളാഹുവിൻ്റെ നബിമാർക്ക്, അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക്, റസൂലുകൾക്ക് ഫളീലത്തുണ്ട്. ഒരാൾക്കുള്ള ഫളീലത്തല്ല മറ്റൊരാൾക്കുള്ളത്. ഇവിടെ പറയുന്നുണ്ട് മിൻഹും മൻ കല്ലമല്ല, അള്ളാഹു സംസാരിച്ച ആളുണ്ട്. മൂസ അലൈഹിസ്സലാമുണ്ട്. മൂസ അലൈഹിസ്സലാമിന് നൽകിയ ഫളീലത്തല്ല ഈസാ അലൈഹിസ്സലാമിന് നൽകിയിരിക്കുന്നത്. ആത്തൈന ഈസബിന് മറിയം അൽ ബയ്യിനാത്ത്, ഈസബിന് മറിയമിന് അൽ ബയ്യിനാത്ത് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതയായിട്ട് പറയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നബിക്കും ഓരോ റസൂലിനും പ്രത്യേകതയുണ്ട്. അത് മറ്റ് നബിക്കോ മറ്റു റസൂലിനോ ഉണ്ടാകണമെന്നില്ല. ഫളീലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫളീലത്ത് അങ്ങനെ ആ അർത്ഥത്തിൽ കമ്പാരബിൾ അല്ല. ഒരാൾക്ക് നൽകിയ ഫളീലത്തല്ല മറ്റൊരാൾക്കുള്ളത്. അതുകൊണ്ട് ഫളീലത്ത് എല്ലാ നബിമാർക്കും ഉണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലാ നബിമാരിലും കൂടെ ഒരു നബി എന്നുള്ളതല്ല, എല്ലാ ഫളീലത്തിൻ്റെയും മേലെ നിൽക്കുന്ന അഫ്ളലുർ റസൂൽ എന്നുള്ളതാണ് റസൂലിൻ്റെ പ്രത്യേകത. മറ്റെല്ലാ നബിമാരുടെയും സാരാംശത്തെ ഉൾക്കൊണ്ടതാണ് റസൂൽ. റസൂലിൻ്റെ ശരീഅത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. റസൂലിൻ്റെ ശരീഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തുള്ള എല്ലാ നബിമാരുടെയും ശരീഅത്തിൻ്റെ സാരാംശത്തെ ഉൾക്കൊണ്ട പരിപൂർണമായിട്ടുള്ള ശരീഅത്താണ്. ആ ശരീഅത്തിൻ്റെ അവതരണത്തോടുകൂടെ മുൻകഴിഞ്ഞ എല്ലാ ശരീഅത്തും റദ്ദ് ചെയ്യപ്പെടുകയാണ്. ഏത് നാട്ടിൽ വന്ന നബി ആയിക്കോട്ടെ, ഏത് കാലത്ത് അവതരിച്ച ശരീഅത്തായിക്കോട്ടെ, ആ ശരീഅത്തിലുള്ളതെല്ലാം ഇതിലേക്ക് ഉൾച്ചേർന്നത് കൊണ്ട് മുൻകഴിഞ്ഞ എല്ലാ ശരീഅത്തും റദ്ദ് ചെയ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എല്ലാ നുബുവത്തിൻ്റെയും സാരാംശത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ഫസ്റ്റ് ആൻഡ് ലാസ്റ്റാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാലത്തിലും സമയത്തിലൊക്കെ ജീവിക്കുന്നതാണ്. നമ്മുടെ ഇടയിലേക്ക് വന്നത് അവസാനമാണെങ്കിലും കാലത്തിനും സമയത്തിനൊക്കെ അതീതനായ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പൂർണ്ണനായ ഒരു സൃഷ്ടിയാണ്, ഏറ്റവും പൂർണ്ണ സൃഷ്ടിയാണ്. അത് സയ്യിദുൽ വുജൂദാണ്, മറ്റെല്ലാ വുജൂദുകളുടെയും സയ്യിദാണ്, മറ്റെല്ലാ നബിമാരുടെയും അഫ്ളലായിട്ടുള്ള മേലെ നിൽക്കുന്ന നബിയാണ്. അല്ലെങ്കിൽ എല്ലാ നുബുവത്തിൻ്റെയും പരിസമാപ്തിയും പൂർണ്ണതയും റസൂലിൻ്റെ നുബുവത്തിനാണ്. അതുകൊണ്ട് ലോജിക്കലി പറയുമ്പോൾ ഇതാണ് ഏറ്റവും പൂർണ്ണതയും ഏറ്റവും ആദ്യത്തേതും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആദ്യത്തേത് അവസാനത്തേത് എന്നില്ല. എന്നാലും അള്ളാഹുവിൻ്റെ പൂർണ്ണതയുടെ ഒരു അളവുകോൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുശേഷമാണ് മറ്റെല്ലാ നബിമാരുടെയും ദർജ വരുന്നത്. അതായത് മറ്റെല്ലാ നബിമാരുടെയും അള്ളാഹുവിലേക്കുള്ള ആക്സസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനി റസൂലിന് ശേഷമുള്ള ഈ ഉമ്മത്തിലെ സുദ്ദീഖീങ്ങളാകട്ടെ, ശുഹദാക്കളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, ഇവർക്കൊക്കെയും റസൂലിലൂടെ തന്നെയാണ് അള്ളാഹുവിലേക്കുള്ള ആക്സസ്. അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള വിൻഡോ എന്നുള്ള നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. അതുകൊണ്ട് മറ്റെല്ലാ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ആ ഉമ്മത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരിക എന്നുള്ളതാണ് അവർക്ക് അവശേഷിക്കുന്ന ഏക ഓപ്ഷൻ അതാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അൽ ഹയ്യാണ്, അവൻ ഖയ്യൂമുമാണ്, ജീവനുള്ളതാണ്. ജീവനിലേക്കാണ് റസൂൽ ക്ഷണിക്കുന്നത്. അള്ളാഹു ആണ് എന്നും ജീവനുള്ളത്. കൽബിൽ റൂഹ് കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ വഹ്യ് കിട്ടുമ്പോഴാണ് ജീവൻ കിട്ടുന്നത്. വഹ്യിനെ ഖുർആൻ റൂഹ് എന്ന് പറയുന്നുണ്ട്. അത് റൂഹുൽ അമീൻ കൊണ്ടുവരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബ് റൂഹുൽ അമീനിന് കയറാൻ പറ്റുന്ന ഒരു ഭാഗത്തിൽ തുറക്കപ്പെടുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂൽ എന്നുള്ള നിലക്ക് ജീവനിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹുവാണ് ജീവനുള്ളത്. യുഖ്രിജുഹും മിന ദുലുമാത്തി ഇലൻ നൂർ, ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് അള്ളാഹുവാണ് കൊണ്ടുവരുന്നത്. അള്ളാഹു വലിയുല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നു എന്നാണ്. അതാണ് ജീവൻ. അങ്ങനെ കൊണ്ടുവരലാണ് ജീവൻ നൽകൽ. അതിനുശേഷം പറയുന്ന സംഭവങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തർക്കിച്ച ആൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തർക്കിച്ച രാജാവ് ജീവൻ്റെ വിഷയമാണ് തർക്കിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട് റബ്ബി അല്ലദീ യുഹ്യീ വ യുമീത്തു, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും റബ്ബാണെന്നുള്ളത്.
അതിനുശേഷം പറയുന്നത് ഒരു സംഭവമുണ്ട്. ഔക്കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാബിയത്തുൻ അലാ ഉറൂഷിയ. ഒരു തകർന്നടിഞ്ഞ പട്ടണത്തിലൂടെ നടന്നു പോകുന്ന ഒരു ആളെക്കുറിച്ച്, ജെറുസലേമിനെ കുറിച്ചാണെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. അപ്പോൾ തകർന്നടിഞ്ഞ ജെറുസലേമിനെ രണ്ടാമതെങ്ങനെ ജീവിപ്പിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത്തെ സംഭവം പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവോട് ചോദിക്കുന്നതാണ്. റബ്ബി അരിനി കൈഫ തുഹിയൽ മൗത്ത, മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചത്. ഈ മൂന്ന് സംഭവങ്ങളും പറയുന്നത് ആയത്തുൽ കുർസിക്ക് ശേഷം വരുന്ന ആയത്തുകളിലാണ്. ആയത്തുൽ കുർസിയിൽ അള്ളാഹു അൽ ഹയ്യാണെന്ന് പറഞ്ഞു, പിന്നെ ജീവനുമായി ബന്ധപ്പെട്ട മൂന്ന് സംഭവങ്ങൾ പറയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ജനങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നോളെന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് അത് സംഭവിക്കുക? നിർജീവമായ നാടെങ്ങനെയാണ് ജീവൻ വെക്കുന്നത്? ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് 4 പക്ഷികളെ മെരുക്കിയ യജമാനൻ 4 ദിക്കിലേക്ക് വെച്ച് അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്നില്ലേ? ആ യജമാനൻ്റെ വിളിക്കുത്തരം നൽകുന്നില്ലേ? അങ്ങനെ റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകുമെന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹു അൽ ഹയ്യാണ് എന്നും അവൻ്റെ ജീവൻ നൽകുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇൻഫാഖിന്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇൻഫാഖിനെ കുറിച്ചാണ്, പിന്നെ റിബയെക്കുറിച്ചാണ്. റിബയെ അള്ളാഹു വളർത്തില്ല എന്നും തളർത്തുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് റിബയുടെ മുതൽ ആരെങ്കിലും നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബാങ്കിന് ആ റിബയുടെ മുതൽ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അതുകൊണ്ട് വളരും എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം അത് വളർച്ചയല്ല, അത് ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ്, ഒരു വളർച്ചയാണെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു തകർച്ചയാണ്, അതല്ല വളർച്ച. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വളർച്ച എന്ന് പറയുന്നത് അതല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരുന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ വളരുന്നത് സ്വതക്കയാണ്. ഈ ഭാഗത്ത് അള്ളാഹു റിബയെ ഓപ്പോസിറ്റായിട്ട് വെക്കുന്ന സദക്കയോടാണ്. ചില ആളുകൾ റിബയെ ബൈഇന് ഓപ്പോസിറ്റാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം തൊട്ട് മുമ്പുള്ള ആയത്തിൽ അഹല്ലല്ലാഹുൽ ബൈഅ വ അഹ്റമ റിബ എന്ന് പറഞ്ഞിരുന്നു. റിബ നിരോധിച്ച സമയത്ത് റിബ മദീനയിൽ നൽകിയിരുന്ന കടം കൊടുക്കുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു വ്യവസ്ഥ വെക്കലാണ് റിബ. അങ്ങനെ വ്യവസ്ഥയോടുകൂടെ കടം കൊടുക്കുന്ന കടപ്പലിശ സമ്പ്രദായം മദീനയിൽ യഥേഷ്ടം ഉണ്ടായിരുന്നു. ജൂതന്മാരായിരുന്നു അതിൻ്റെ പിന്നിൽ. അവർ പണം കടം കൊടുത്തിരുന്നു, പലിശ വാങ്ങിയിരുന്നു. ഇത് വിരോധിച്ച സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്, കച്ചവടം അങ്ങനെ തന്നെയല്ലേ എന്ന്. അപ്പോൾ അള്ളാഹു പറഞ്ഞു കച്ചവടം അങ്ങനെയല്ല. പിന്നെ പറഞ്ഞു റിബയെ അള്ളാഹു തളർത്തുകയും സ്വതക്കയെ വളർത്തുകയും ചെയ്യും. അപ്പോൾ സ്വതക്കയാണ് റിബക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. റിബ എന്ന് പറയുന്നത് സ്വതക്കയുമായിട്ടാണ് നമ്മൾ അതിനെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. റിബയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് സാമ്പത്തികമായ മറ്റൊരു വിഷയം ഇതിൽ ഈ ഭാഗത്ത്, ഈ ജുസിൻ്റെ 1-ാമത്തെ ഭാഗത്തിൻ്റെ അവസാനത്തിൽ, അതായത് ഈ സൂറയുടെ അവസാനത്തിൽ, അൽ ബഖറ സൂറയുടെ അവസാനവും ജുസിൻ്റെ പകുതി ഭാഗവും എത്തുമ്പോൾ പിന്നെ പറയുന്നത്, നമ്മൾ അവധി കച്ചവടം ചെയ്യുമ്പോൾ, അവധി കച്ചവടം, ഉദാഹരണത്തിന് ഒരാൾ കൃഷി ചെയ്യുകയാണ്. കൃഷി ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഉൽപ്പന്നം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് വിളവെടുക്കുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് കച്ചവടം നടത്തുക. വിളവെടുത്തിട്ടില്ല, വിളവെടുക്കാൻ ഇനി ഒരു വർഷമുണ്ട്, അതിനു മുമ്പ് തന്നെ ഞാനതിൻ്റെ പൈസ കൊടുക്കുക, ഇത്ര കിലോഗ്രാമാണ്, ഇത്ര പൈസയാണെന്നൊക്കെയുള്ള നിർണയത്തോടു കൂടെ അതൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ ആ കച്ചവടം നടത്താം. കർഷകനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പൈസ കിട്ടുന്നതുകൊണ്ട് അതവർക്ക് ബെനിഫിറ്റാണ്. വാങ്ങുന്ന ആൾക്ക് പൈസ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ള ബെനിഫിറ്റാണ്. ഇങ്ങനത്തെ കച്ചവടം നടന്നിരുന്നു. ഈ കച്ചവടത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ഈ കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇടപാടുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ തത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആംബിഗിറ്റ് പാടില്ല, ഗററ് പാടില്ല എന്നുള്ള. പരസ്പരം ധാരണയിൽ വളരെ വ്യക്തത വേണം. ഗററ് ഉണ്ടാകരുത്, ഒരു ആംബിഗിറ്റി ഉണ്ടാകരുത്. അതാണ് 1-ാമത്തെ ഷർത്ത്. മറ്റൊന്ന് പരസ്പര തൃപ്തിയാണ്, റിള ഉണ്ടാകണം, 2 കൂട്ടർക്കും തൃപ്തി വേണം. പിന്നെ ഒന്നാണ് റിബവിയത്ത്, അതിൽ പലിശ സംഗതി വരാൻ പാടില്ല എന്നുള്ളതാണ്. പലിശയുടെ വിഷയം ശ്രദ്ധിച്ചാൽ പോലും ഗററിൻ്റെ വിഷയവും റിളയുടെ വിഷയവും ആംബിഗിറ്റി ഉണ്ടാകലും അതുപോലെ പരസ്പര തൃപ്തിയില്ലായ്മയും ഇടപാടിൽ വരാൻ പാടില്ല. അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവധി കച്ചവടം ചെയ്യുമ്പോൾ, നമ്മൾ ക്രെഡിറ്റിന് സാധനം വാങ്ങുകയോ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് അക്കൗണ്ട് ചെയ്യണം, അത് എഴുതി വെക്കണം എന്നുള്ള ഒരു നിയമം വരുന്നത്. അതിനൊക്കെ ശേഷം ഈ സൂറയുടെ അവസാനത്തിൽ, ജുസിൻ്റെ മധ്യത്തിൽ ആമന റസൂലു എന്നുള്ള ഈ സൂറയുടെ അവസാന ആയത്താണ്, അവസാന ഭാഗമാണ്. റസൂല് വിശ്വസിച്ചിരിക്കുന്നു, അതായത് ഈമാൻ വേണ്ടത് എല്ലാ റസൂലുമാരിലുമാണ്, അവരുടെ ഇടയിൽ വിവേചനം പാടില്ല. ഏതെങ്കിലും റസൂലിൽ വിശ്വസിച്ച ആളാണെങ്കിൽ ഇനി ഈ റസൂലിൽ വിശ്വസിക്കാൻ നിർബന്ധിതനാണ്. കാരണം എല്ലാ റസൂലിൻ്റെയും സത്ത ഉൾക്കൊണ്ട റസൂലാണ്. അതുകൊണ്ട് റസൂലിലുള്ള വിശ്വാസം, കിതാബിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, ഇതൊക്കെയാണ് അടിസ്ഥാനമെന്നും അതോടൊപ്പം മോമിനുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ദുആയുണ്ട്. മുൻകഴിഞ്ഞ കമ്മ്യൂണിറ്റിയെ, വിശിഷ്യ ബനു ഇസ്രായേലരെ വഹിപ്പിച്ച ഭാരം, അവരുടെ ചെയ്തി കാരണം അവർക്ക് നിയമങ്ങൾ കുടുസാക്കി കൊടുത്തതും മറ്റൊക്കെ ഞങ്ങൾക്ക് നീ ലഘൂകരിച്ച് തരണേ എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥനയുടെ ഉത്തരം കൂടിയാണ് നമ്മൾ ബഖറയിലൊക്കെ കണ്ടത്. നിയമത്തിൻ്റെയൊക്കെ വിഷയം പറയുമ്പോൾ അവിടെ ലഘൂകരണം ഓൾറെഡി വന്നിട്ടുണ്ട്.
അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ജുസിൻ്റെ പകുതി ഭാഗം അവസാനിക്കുകയും രണ്ടാമത്തെ ഭാഗം ആലു ഇമ്രാനാണ്. ആലു ഇമ്രാൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ സൂറ അൽ ബക്കറയുടെ അതേ പാറ്റേണിലുള്ള ഒരു സൂറ തന്നെയാണ്. പക്ഷേ അവിടുന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇമ്രാൻ കുടുംബം എന്ന് പറയുന്നത് മൂസ അലൈഹി സ്വലാമിൻ്റെ കുടുംബമാണ്. മൂസ അലൈഹി സ്വലാമിൻ്റെ പിതാവിൻ്റെ പേരാണ്, ആ കുടുംബമാണ്. ആ കുടുംബം തന്നെയാണ് മറിയം അലൈഹിസ്സലാമയുടെ കുടുംബവും. ആ കുടുംബത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈസാ അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാമയുടെ പുത്രനായിട്ട് ഈസാ അലൈഹിസ്സലാം വരുന്നത്. ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹം ഈസാ അലൈഹിസ്സലാം ദൈവത്തിൻ്റെ ഏകജാതനാണെന്നും ദ ഓൺലി ബെഗോട്ടൺ സൺ ഓഫ് ഗോഡ് എന്നുള്ള ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ കലിമത്താണെന്നും റൂഹാണെന്നൊക്കെയുള്ള പരാമർശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജൂതർക്ക് അത് ക്രിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു പോയിൻ്റാണ്. മുത്തശാബിഹത്തായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം മുത്തശാബിഹത്തുകളെ പിടിച്ചുകൊണ്ട് ജൂതർ വഴിതെറ്റുന്ന കാര്യത്തെക്കുറിച്ച് അള്ളാഹു ഈ സൂറയിൽ പറയുന്നുണ്ട്. മുത്തശാബിഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ എൻഡ് റിസൾട്ട് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് മുത്തശാബിഹത്ത്. നമുക്ക് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ അള്ളാഹു വിവരിച്ച് തരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഹക്കീക്കത്ത് എന്താണ് എന്ന് എല്ലാ ആളുകൾക്കും അറിയില്ല. അത്തരം കാര്യങ്ങളാണ് വ്യാഖ്യാനങ്ങൾ ഏറ്റവും പൂർണ്ണമായിട്ട് അറിയുന്നത് അള്ളാഹുവാണ്. അള്ളാഹു അറിയുന്നുവെന്ന് മാത്രമല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. വമായ അലമു തഅ്വീലഹു ഇല്ലല്ലാ, അള്ളാഹു മാത്രമാണ് അതിൻ്റെ തഅ്വീൽ, അതിൻ്റെ റിസൾട്ട്, എൻഡ്, അതിൻ്റെ ആക്ച്വൽ സാധനം എന്താണെന്ന് അറിയുന്നത് അള്ളാഹുവാണ്. വമായ അലമു തഅ്വീലഹു ഇല്ലല്ലാ വറാസിഖൂന ഫിൽ ഇൽമ്, ഇൽമിൽ അടിയുറച്ച ആളുകളും അതറിയും. അവർ പറയുന്നത് അവർക്ക് ഈമാനാണ് എല്ലാത്തിലും. ആമന്നാ ബിഹി യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിന, നമ്മുടെ റബ്ബിൽ നിന്നാണ് എല്ലാം, അതുകൊണ്ട് എല്ലാത്തിലും അവർക്ക് ഈമാനാണ്. ഇങ്ങനെ അടിയുറച്ച ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, അകക്കാമ്പുള്ള ലുബുള്ള ആളുകൾക്കാണ് ഗ്രഹിക്കാൻ കഴിയുന്നത്, അവർ മാത്രമേ ഗ്രഹിക്കുന്നുള്ളൂ. മുത്തശാബിയത്തുകളെ പിൻപറ്റി ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട് വഴിതെറ്റിയ ആളുകളെന്ന് ഖുർആൻ ഇവിടെ ഉദ്ദേശിച്ചത് യഹൂദരാണ് എന്ന് മറ്റ് സ്ഥലങ്ങളിൽ ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം അള്ളാഹു ബദർ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, അവിടെ അവിശ്വാസികൾക്ക് പരാജയമുണ്ടായി, അവരെ സപ്പോർട്ട് ചെയ്ത യഹൂദരും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കദ്ഇബി ആലി ഫിർഔൻ, ആലു ഫിർഔനിന് അങ്ങനെയാണ് സംഭവിച്ചത്. അവരുടെ ചരിത്രം ജൂതർക്ക് പാഠമാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന കഫറു ലൻ തുഗ്നി അന്നും അംവാലോ, കാഫിരീങ്ങൾക്ക് അവരുടെ ധനവോ അവരുടെ സന്താനങ്ങളോ ഒന്നും ഗുണം ചെയ്യുകയില്ല. അത് ആലു ഫിറൗനിനെ പോലെയാണ്. ആലു ഫിറൗൻ അള്ളാഹുവിൻ്റെ ആയത്തിനെ നിഷേധിച്ചു. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ആയത്ത് അവൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്നതോടുകൂടെ അവർ കുഫ്ർ ചെയ്യുകയും അവർക്ക് ഈ ധനവും സമ്പാദ്യവും ഒക്കെ വിനയായിട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, കദ്കാനലക്കും ആയത്തും ഫീഫിയത്തേനിൽ തക്കത്ത, ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗത്തിലും നിങ്ങൾക്ക് പാഠമുണ്ട്. ബദ്ർ യുദ്ധത്തിൽ പാഠമുണ്ട്. ബദ്ർ യുദ്ധത്തിൽ ഒരു വിഭാഗം വിജയിച്ചു, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായി, മറ്റൊരു വിഭാഗം പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവരാണ്. അവർക്ക് പിശാജ് ദുനിയാവിയായ എല്ലാ ഷഹവാത്തുകളും ലക്ഷ്വറീസും അവർക്ക് പിശാജ് വളരെ അട്രാക്റ്റീവായിട്ട് ആക്കിക്കൊടുത്തു. സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൻ നിസായി വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനദ് ദഹബി വൽ ഫില്ലത്തി വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർദ്. മനുഷ്യന് കൗതുകം ഉണ്ടാക്കുന്ന, പിശാജ് പൊതുവെ സീനത്താക്കി തരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് സ്ത്രീകളാകട്ടെ, സന്താനങ്ങളാകട്ടെ, സ്വർണ്ണക്കൂമ്പാരം, സ്വർണ്ണവെള്ളി കൂമ്പാരങ്ങളാകട്ടെ, അതുപോലെ ബ്രാൻഡഡ് കുതിരകളാകട്ടെ, കാലികളാകട്ടെ, കൃഷിയാകട്ടെ, ഇതെല്ലാം ദുന്യാവിൻ്റെ ആണ്, ദുന്യാവിൻ്റെ ടൂൾസാണ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഏറ്റവും നല്ല മടക്കം, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്, അള്ളാഹുവിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊക്കെ ദുന്യാവിൻ്റെ ടൂൾസ് മാത്രമാണ്. ഈ ടൂൾസൊക്കെ ഉപയോഗിക്കാം, പക്ഷേ ഇതൊന്നുമല്ല ആക്ച്വലി ഓൺ ചെയ്യേണ്ടത്. ആക്ച്വലി ഓൺ ചെയ്യേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ്. അവൻ്റെ മടക്കമാണ്, അവനിലേക്കുള്ള മടക്കമാണ് ആഗ്രഹിക്കേണ്ടത്. അതാണ് മൂമിനുകൾ ആഗ്രഹിക്കുന്നത്. അവർ ദുആ ചെയ്യുന്നത് അല്ലദീന യഖൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന എന്ന, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്നുള്ള ദുആയാണ്. അവരാരാണ്? അസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ഒന്നുകൂടെ ഇസ്തിഗ്ഫാർ പറയാണ്. ഇതാണ് അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര, ഇസ്തിഗ്ഫാറാണ്. അവർ ബിൽ അസ്ഹാർ, പ്രഭാതങ്ങളിൽ അവർ സഹറിൻ്റെ സമയത്ത് രാവിലെ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നുണ്ട്, മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്, ഉലുൽ ഇൽമ്, ഇൽമ് നൽകപ്പെട്ടവർ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്?
അവൻ മാത്രമാണ് ഇലാഹ് എന്ന കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുന്നത്? ഖായിമം ബിൽ ഖിസ്ത്, ഖിസ്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ്, സത്യത്തിൽ അടിയുറച്ച് നീതിക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ടുള്ളൊരു സാക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമാണ് എല്ലാം. യുദ്ധം വരെ അതിൻ്റെ ഭാഗമാണ്, ജിഹാദ് വരെ അതിൻ്റെ ഭാഗമാണ്. അതൊക്കെ അവർ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കലാണ്. ആ സാക്ഷ്യം വഹിക്കലിൽ അള്ളാഹു പങ്കുചേരുന്നു, മലക്കുകൾ പങ്കുചേരുന്നു, മൂമിനുകൾ പങ്കുചേരുന്നു. ഈ സാക്ഷ്യം വഹിക്കൽ അള്ളാഹു ഏക ഇലാഹാണെന്നുള്ള സാക്ഷ്യം കൂടിയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ള ഏക ദീൻ എന്നുള്ളത് അൽ ഇസ്ലാമാണ്, അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കലാണ്. ഇതിനെ തുടർന്നാണ് അള്ളാഹുവിൻ്റെ നബിമാരെ കൊന്നവരെ കുറിച്ച് പറയുന്നത്. നബിമാരോട് വളരെ മോശമായിട്ട് പെരുമാറിയ ആളുകൾ, നബിമാരെ ധിക്കരിച്ച ആളുകൾ, അവരാണ് നീതിക്ക് സാക്ഷ്യം വഹിക്കാത്തവർ. അവരാണ് അള്ളാഹു ഇലാഹാണെന്ന് സാക്ഷ്യം വഹിക്കാത്തത്. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്, നബിമാരെ അന്യായമായിട്ട് കൊല ചെയ്ത ആളുകൾ. അവരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്, അതായത് യഹൂദരുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അള്ളാഹു അവരെ നിങ്ങൾ ഔലിയ ആയിട്ട് സ്വീകരിക്കരുത്, മൂമിനീങ്ങൾക്ക് പുറമെ നിങ്ങൾ അവരെ ഔലിയ ആക്കരുത് എന്നും അവർ മുനാഫിക്കുകളാണ് എന്നും ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഇന്നല്ലാ അസ്തഫ ആദമ വനൂഹൻ വാല ഇബ്രാഹിമ വാല ഇമ്രാൻ അലല്ലാലമീൻ. അള്ളാഹു ആദമിനെ സെലക്ട് ചെയ്തു, അള്ളാഹുവിൻ്റെ സെലക്ഷനാണ്. അള്ളാഹു ആദമിനെ തിരഞ്ഞെടുത്തു, അതിൽ നിന്ന് നൂഹിനെ തിരഞ്ഞെടുത്തു, അതിൽ നിന്ന് ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തു, അതിൽ നിന്ന് ആലു ഇമ്രാനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. ആലു ഇമ്രാൻ അപ്പോൾ ഇതേ കുടുംബത്തിൽപ്പെട്ടതാണ്, ഒരേ കുടുംബമാണ്. ഇതെല്ലാം ദുരിയത്തം ബാലുഹാമിം ബാൽ, എല്ലാം പരസ്പരം കുടുംബമാണ്, സ്പിരിച്വലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലിൻ്റെ ഉമ്മത്തും അതേ കുടുംബത്തിൽ കണക്റ്റഡ് ആണ്. ഇതെല്ലാം സ്പിരിച്വലി ഒരു കുടുംബമാണ്. ഈ സ്പിരിച്വൽ കണക്ഷൻ കാരണമാണ് മറിയം അലൈഹിസ്സലാമയുടെ ഉമ്മയെക്കുറിച്ച് ഇമ്രാൻ കുടുംബത്തിലെ ഒരു സ്ത്രീയാണെന്ന് പറയുന്നത്. ഇമ്രാൻ കുടുംബത്തിലെ സ്ത്രീ എന്നുള്ളത് അവരുടെ ഭർത്താവിൻ്റെ പേര് ഇമ്രാൻ എന്നായാലും ഇല്ലെങ്കിലും അവർ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉപ്പയുടെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ്. മറിയം അലൈഹിസ്സലാമക്ക് അങ്ങനെ പേര് നൽകുന്നതും ഈ സൂറയിൽ പറയുന്നത് അതേ പേരാണ്. മിർയാം എന്ന ഒരു സഹോദരി മൂസ അലൈഹിസ്സലാമിനുണ്ട്. അപ്പോൾ അതേ പേര് കൊടുക്കുന്നതിലൂടെ അതേ സ്പിരിച്വൽ കണക്ഷനാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരേ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരെ സംബന്ധിച്ചിടത്തോളം മറിയം അലൈഹിസ്സലാമയും ഈസാ അലൈഹിസ്സലാമും ഒന്നും ഈ കുടുംബത്തിൽ വരുന്നില്ല. പക്ഷേ അള്ളാഹു ഈ സ്പിരിച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ നടന്ന കുറേ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നു. എല്ലാ കാലത്തും നബിമാരെ അങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളുടെ അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഓരോ നാട്ടിലും ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ സഹായകമാകുന്ന മോജിസത്തുകളാണ് നൽകപ്പെട്ടിരുന്നത്. മാജിക്ക് വളരെ ആളുകളെ ആകർഷിച്ചിരുന്ന ഒരു കാലത്താണ് മൂസ അലൈഹിസ്സലാം അതിനെ വെല്ലുന്ന ഒരു മോജിസത്തുമായി വരുന്നത്. ഈസാ അലൈഹിസ്സലാം ആണെങ്കിൽ വൈദ്യശാസ്ത്രം വളരെ പുരോഗമിക്കുകയും ഏതാണ്ട് എല്ലാ ചികിത്സയും നടത്തിയിരുന്ന ഡോക്ടർമാരുണ്ടായിരിക്കെ അതിനെ വെല്ലുന്ന ഒരു മോജിസത്ത് കൊണ്ട് ആളുകളുടെ അറ്റൻഷൻ വാങ്ങുകയാണ്. ഇങ്ങനെ ഒരു ജനതയുടെ അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ് മോജിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് ഇങ്ങനെ മോജിസത്തുകളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ക്ഷണിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ചാളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിശ്വസിച്ച ആളുകളെയാണ് ഇവിടെ ഹവാരിയൂൻ എന്ന് പറയുന്നത്. ഹവാരിയൂൻ പറഞ്ഞു നഹ്നു അൻസാറുള്ള, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ അൻസാറുകളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെ കൂടെ നിന്നു. അപ്പോൾ ഈസാ അലൈഹിസ്സലാമിനെതിരെ മറ്റുള്ളവരൊരു പ്ലോട്ട് തയ്യാറാക്കി, മക്കറു മക്കറല്ല. എന്നാൽ അവർ പ്ലോട്ട് തയ്യാറാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ആ പ്ലോട്ട് തയ്യാറാക്കുന്നത്. അവർ പ്ലോട്ട് തയ്യാറാക്കി മക്കറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവാണ് തയ്യാറാക്കുന്നത്. അവിടുത്തെ വാവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ഫല്ല, രണ്ടല്ല. മക്കറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് നടക്കുന്നത്, നമ്മൾ ഹാലിൻ്റെ വാവ് പോലെയാണ്. മക്കറു അവരത്തെ പ്ലോട്ട് തയ്യാറാക്കുമ്പോൾ മക്കറല്ല, അള്ളാഹുവാണ് പ്ലോട്ട് തയ്യാറാക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്ലോട്ടാണ് ഖൈർ, അള്ളാഹുവിൻ്റെ പ്ലോട്ടാണ് മേലെ നിൽക്കുന്നത്. അള്ളാഹു ഡിവൈസ് ചെയ്യുന്നതാണ് അവരും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. അള്ളാഹു തീരുമാനിക്കുന്നതും അള്ളാഹു നിശ്ചയിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ളവരെന്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ അവരല്ല ചെയ്തത്, അള്ളാഹു ചെയ്തതാണ്. അള്ളാഹു ഈസാ അലൈഹിസ്സലാമിനെ മരിപ്പിച്ചു. ഇന്നീ മുത്തവഫീക വറാഫിയൊക്കെ ഇലയ്യ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, നമ്മൾ ദുആ ചെയ്യാറില്ലേ, അള്ളാഹുവെ ഞങ്ങളെ ഉയർത്തണേ, റഫഅനി വർസുഖ്നി എന്നൊക്കെ ദുആ ചെയ്യുന്ന പോലെ, എന്നെ നീ ഉയർത്തണേ എന്ന് നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന പോലെ അള്ളാഹു ഈസാ അലൈഹിസ്സലാമിൻ്റെ ദർജ ഉയർത്തി. ഈസാ അലൈഹിസ്സലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതോടുകൂടെ അത് മരണമാണോ ഉയർത്തപ്പെട്ടതാണോ എന്ന ഡിബേറ്റിനൊന്നും പ്രസക്തിയില്ല. അള്ളാഹുവിങ്കൽ മരണപ്പെട്ടവരൊക്കെ ജീവിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഭൗതിക ജീവിതം ഇല്ലാത്ത നബിമാരൊക്കെ അള്ളാഹുവിങ്കൽ ജീവിക്കുന്നവരാണ്.
അങ്ങനെ ഈസാ അലൈഹി സ്വലാമും അള്ളാഹുവിങ്കൽ ജീവിക്കുന്നവരാണ്. അവരെക്കുറിച്ച് നമ്മൾ ഭൂമിയിൽ നിന്ന് പോയതുകൊണ്ട്, ഭൂമിയിൽ ജീവിക്കാത്തത് കൊണ്ട് ഇനി എന്ത് പറഞ്ഞാലും, മരണപ്പെട്ടു എന്ന് പറഞ്ഞാലും, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അള്ളാഹുവിൽ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാലൊക്കെ സമമാണ്. എല്ലാ നബിമാരൊക്കെ കുറിച്ചും അത് സമമാണ്. പക്ഷേ ഈസാ അലൈഹി സ്വലാം രണ്ടാമത് വരുമെന്ന് ഹദീസുകളിലൊക്കെ പറഞ്ഞത്, അതിന് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് അവരെ രണ്ടാമത് കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമല്ല. അതുകൊണ്ട് ഭൂമിയിൽ രണ്ടാമത് വരും എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ജീവനോടെ അള്ളാഹുവിങ്കൽ ജീവിക്കുന്നു എന്ന ഒരു വിശ്വാസം വെച്ച് പുലർത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അള്ളാഹു പറയുന്ന ഇന്നീ മുത്തവഫീക്ക, ഞാൻ നിന്നെ മരിപ്പിക്കുകയും റാഫി ഒക്കെ ഇലയ്യ, എന്നിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ഈസാ അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിൽ അള്ളാഹു കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു. അൽ ഹക്കു മിർ റബ്ബിക ഫലാ തകും മിനൽ മുംതരിൻ, ഹക്ക് അള്ളാഹുവിൽ നിന്നാണ്, നിങ്ങൾ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. ഈസാ അലൈഹി സ്വലാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈസാ അലൈഹി സ്വലാം ഇതേ ഫാമിലിയിലാണ്. ഇനി ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കാര്യമാണെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാമും ഇതേ കുടുംബത്തിൻ്റെ വല്യുപ്പയാണ്, ഉപ്പാപ്പയാണ്. ആ പാരമ്പര്യത്തിൽ തന്നെയാണ് ഈ റസൂല് വന്നിരിക്കുന്നത് എന്നും, മാക്കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്രാനിയൻ, യഹൂദിയോ നസ്രാനിയോ ഒന്നുമല്ല ഇബ്രാഹിം, അദ്ദേഹം കാന ഹനീഫൻ മുസ്ലിമൻ, ഹനീഫനായിരുന്നു, മുസ്ലിമായിരുന്നു, ഹനീഫായിരുന്നു, മുശ്രിക്കുകളിൽപ്പെട്ട ആളായിരുന്നില്ല. അറബികൾ ബഹുദൈവ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും അദ്ദേഹം ബഹുദൈവ ആരാധകനായ ഒരാളായിരുന്നില്ല. അദ്ദേഹം ഹനീഫായ ഒരു മുസ്ലിമായിരുന്നു. അതോടൊപ്പം അള്ളാഹു പറയുന്ന ഒരു കാര്യം, ഓരോ നബിമാരടുത്തുനിന്നും അള്ളാഹു കരാറ് വാങ്ങിയിട്ടുണ്ടെന്നാണ്. ഇദാഖദല്ലാഹു മീസാഖൻ നബിയ്യന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും, നിങ്ങളിലുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു നബി, അങ്ങനെ ഒരു നബി വരികയാണെങ്കിൽ നിങ്ങൾ ആ റസൂലിന് ഇത്തിബാഗ് ചെയ്യണമെന്ന്. ഒരു നബിയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നബിയും ആ നബിക്ക് നൽകപ്പെട്ടതും അറ്റസ്റ്റ് ചെയ്യുന്ന വേറൊരാൾ വരുമ്പോൾ അയാളിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് അള്ളാഹു വാങ്ങിയ ഒരു കരാറാണ്. അങ്ങനെയാണ് ഈ സിൽസില കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ഒരു നബിക്ക് ശേഷം മറ്റൊരു നബി വരുമ്പോൾ ആ നബി ഈ നബിയാൽ അറ്റസ്റ്റ് ചെയ്യപ്പെടുന്ന ആളാണ്. ഇനി നബിമാരൊക്കെ അവസാനിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വരുന്ന റസൂലിൻ്റെ ഖലീഫമാരുടെ കാര്യത്തിലും, റസൂലിൻ്റെ ഖലീഫമാരായ സുദ്ദീഖീങ്ങളായ ആരിഫീങ്ങളായ ആളുകൾ, അവരുടെ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറ്റസ്റ്റ് ചെയ്ത ആളുകൾ എന്നുള്ള നിലക്ക് അവരെ അംഗീകരിക്കുക, അവരെ പിൻപറ്റുക എന്നുള്ളത് അള്ളാഹുവിനോട് റസൂലിനോട് ചെയ്ത കരാറിൻ്റെ ഭാഗമാണ്. അള്ളാഹു പറയുന്നു, ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യഅഖൂബ അൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വ നബിയൂന മിർ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഇതാണ് ഈമാൻ, എല്ലാ നബിമാരിലുമുള്ള ഒരൊറ്റ ഈമാൻ. ഈ ഈമാൻ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകൾ, അതായത് ഈമാൻ കിട്ടിയിട്ടും ഈമാനുള്ള ആളുകൾ, പുതിയൊരു നബി വരുമ്പോൾ ആ നബിയെ നിഷേധിക്കുന്നതോടുകൂടെ അവരുടെ ഈമാൻ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ ഈമാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം, ഈമാനിന് ശേഷം കുഫർ ചെയ്തു കഴിഞ്ഞാൽ അവരെങ്ങനെ ഗേഡിയപ്പെടും? അവർ ഗേഡിയപ്പെടുകയില്ല. അതിനെല്ലാം ശേഷം ഈ ജുസ് അവസാനിക്കുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിക്കു മിമ്മാ തുഹിബ്ബൂൻ, 92-ാമത്തെ ആയത്ത്, ആലു ഇമ്രാൻ്റെ 92-ാമത്തെ ആയത്തോടു കൂടിയാണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ നന്മ കരസ്ഥമാക്കുകയില്ല. നിങ്ങൾ എന്ത് ചെലവഴിച്ചു കഴിഞ്ഞാലും അത് അള്ളാഹു അറിയുന്നതാണ്. അപ്പോൾ ചെലവഴിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അള്ളാഹു നൽകിയ കാര്യങ്ങൾ, അള്ളാഹു ഒരു ജനതക്ക് നൽകിയ ഇൽമ്, ആ ഇൽമ് അതേപടി നൽകൽ വലിയൊരു ചെലവഴിക്കലാണ്. ഇവിടെ അത്തരത്തിലുള്ള പരാമർശമുണ്ട്. വിശദമായ തഫ്സീർ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന ചെലവഴിക്കൽ വെറും സമ്പത്ത് ചെലവഴിക്കൽ മാത്രമല്ല. അള്ളാഹു നൽകിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അറിവുണ്ട്, അത് ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല. അത് ജനങ്ങൾക്ക് നൽകണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടേതാണ് എന്ന് കൊണ്ടു നടക്കുന്ന സാധനമുണ്ട്. അത് പക്ഷേ മറ്റുള്ളവർക്ക് കൊടുക്കാതെ, എത്തിക്കാതെ നിങ്ങളൊരിക്കലും നന്മ പ്രാപിക്കുകയില്ല എന്നതാണ് അതിൻ്റെ കോണ്ടക്ച്വലായിട്ടുള്ള വ്യാഖ്യാനം. ഇനി കുല്ലുത്തു ആം എന്ന് തൊട്ടിട്ട് 93-ാമത്തെ ആയത്ത് തൊട്ടിട്ട് 4-ാമത്തെ ജുസാണ്. അതിൻ്റെ സംക്ഷിപ്ത വിവരണം അടുത്ത ഭാഗത്ത് ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.